നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് NFT ട്രേഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം NFT എങ്ങനെ മിൻറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് മിൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ നമുക്കത് മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അവർ ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. കൂടുതൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കണും കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് എക്സാംപയർ ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുത്തിരിക്കാം, അത് നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഏകദേശം ഒരു 14 ദിവസം കൂടിയേ ഉള്ളൂ ഇവരുടെ ലോഞ്ച് ആവാനായിട്ട്. 14 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, മുകളിൽ റൗണ്ടിൽ ഞാൻ ട്രേഡ് NFT എന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മുടെ ഗെയിമിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ് കാണിക്കുന്നത് ട്രേഡ് NFTയുടെ. ഓക്കെ, ഇത് നമ്മുടെ ടെലഗ്രാം വാലറ്റാണ്. വാലറ്റിൽ വന്നിട്ട് നമ്മുടെ 10 സ്പൈസ് എടുക്കുക. 10 സ്പൈസ് എടുക്കുമ്പോൾ താഴത്ത് നമ്മൾ മിൻറ്റ് ചെയ്ത ഒരു ഞാൻ 3 മിൻറ്റ് ചെയ്തിരുന്നു. ആ 3 ഈ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വാലറ്റിൽ ഇങ്ങനൊരു 3 എത്ര നമ്മൾ മിൻറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്മുടെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതെങ്ങനെ ഇപ്പോൾ ട്രേഡ് ചെയ്യാം, എങ്ങനെ നമുക്കിത് സെല്ല് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ കാണിക്കാം. അതിനായിട്ട് നേരെ നമ്മൾ തിരിച്ച് എക്സാംപയറിലേക്ക് പോകണം. എക്സാംപയറിൽ പോയിട്ട് മുകളിൽ ട്രേഡ് NFT എന്നുള്ളതുണ്ടാവും, അത് നമ്മൾ നിൽക്കുക. താഴത്തേക്ക് വന്നിട്ട് GateGems.io എന്നുള്ളത്, ഇതിൻ്റെ അകത്താണ് നമ്മൾ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ പറ്റുന്ന വേറൊരു വെബ്സൈറ്റ്. ഓക്കെ, അതിൽ വന്നിട്ട് ഈ മുകളിലുള്ള 2 ഡോട്ട് ഉണ്ടല്ലോ, 2 ഡോട്ടിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഓപ്പൺ പ്രൊഫൈൽ എന്നുള്ളത് അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റുമായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കണം, എന്നാലുള്ളത് കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് വന്നപ്പോൾ 3 ഞാൻ നേരത്തെ മിൻറ്റ് ചെയ്തിരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതിലൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിത് 69,000 കോയിൻസ് ഇവരുടെ ലോഞ്ചിങ് ടൈം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് സെല്ല് ചെയ്യാതെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഫ്ലോർ പ്രൈസ് 2.5 നോട്ട് കോയിനാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. 10 കോയിനാണ് നിൽക്കുന്നത്. ഏകദേശം ഒന്നിന് $5 അടുത്ത് വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ ഒരെണ്ണം വിൽക്കുകയാണെങ്കിൽ ഏകദേശം $10 മുകളിൽ ഇപ്പോൾ വാല്യൂ ഉണ്ട് ഒരു NFTക്ക്. ഏകദേശം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു $0.5 എങ്ങാണ്ട് അതിൻ്റെ വന്നിട്ടുള്ളൂ, 10 എങ്ങാണ്ട് ഇതിന് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു $2.5 10 നോട്ട് കോയിന് തുല്യമായിട്ടുള്ളത് പ്രൈസ് ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ പ്രൊഫൈലിൽ വരിക, ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അടുത്ത ഈ പുട്ട് ഓൺ സെയിൽ എന്നുള്ളത് നിൽക്കുക. അല്ലെങ്കിൽ നമുക്കത് ആർക്കും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ താഴത്ത് തന്നെ ട്രാൻസ്ഫർ NFT എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ അത് കൊടുത്ത് ഇത് 2 ഓപ്ഷനാണ് നമുക്കിതിനകത്തുള്ളത്. ഫിക്സ്ഡ് പ്രൈസും ഉണ്ട്, പിന്നെ ഓപ്ഷനുണ്ട്. നമ്മളിപ്പം ഒരു സാധനം ലേലത്തിന് വയ്ക്കുമല്ലോ, അതേ സിസ്റ്റം. അപ്പോൾ കൂടുതൽ പ്രൈസ് ആര് തരുന്നു അവർക്ക് നമുക്ക് കൊടുക്കാം, ആ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പുട്ട് ഓൺ സെയിൽ കൊടുത്തു. പുട്ട് ഓൺ സെയിൽ കൊടുത്തു കഴിഞ്ഞ് നേരെ പുട്ട് ഓൺ സെയിൽ കൊടുക്കുക. അതായത് നമ്മൾ മിനിമം നമ്മുടെ പ്രൈസ് ഒന്ന് ടാഗ് കൊടുക്കുക. ഇപ്പോൾ 2.5 10 ഇപ്പോൾ അത് സെയിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ പ്രൈസ് അതാണ്, അത് ഞാൻ കൊടുത്തു. അതിൻ്റെ സർവീസ് ഫീസ് 0.30 വേറൊരു ക്രിയേറ്റർ ഫീസ് 0.5 വരുന്നുണ്ട് അവരുടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുട്ട് ഓൺ സെയിൽ ഗോ ടു വാലറ്റ് കാണിക്കും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം വാലറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അപ്പം ഇത് വെരിഫൈഡ് ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി, അത് സെയിലിലേക്ക് നേരെ വരും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ സെയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് വന്നു. ഞാൻ എൻ്റെ 3 കീപ്പ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്, ഞാൻ സെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടോ, നമ്മളിത് വിൽക്കുകയാണെങ്കിൽ തന്നെ $1.87 നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരും. ഓക്കെ, എല്ലാവരും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, അതിന് സ്പെഷ്യലായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യുക. ഏകദേശം 14 ദിവസം